വയനാട് തുരങ്കപാത മലബാറിന്റെ വ്യാപാര വാണിജ്യ ടൂറിസം മേഖലയ്ക്ക് കുതിപ്പേകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. LDF പ്രകടന പത്രികയിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വാഗ്ദാനം നടപ്പാക്കുന്ന സുദിനമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. 5600 കോടി രൂപ വായ്പയിൽ കുറവ് വരുത്തുകയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? കിഫ്ബിയുടെ പണം നാടിന്റെ വികസനത്തിനാണ് ചെലവഴിക്കേണ്ടത്. ആ 5600 കോടി രൂപ നാടിന്റെ വികസനത്തിന് ചെലവഴിക്കാനാകുന്നില്ല. അതോടൊപ്പം കിഫ്ബി എടുത്ത വായ്പ, അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറക്കുന്നു. അപ്പൊ അവിടെയും ഇന്ത്യയിലെ മൂന്നാമത്തെ തുരങ്കപാതയാണ് താമരശ്ശേരി ചുരത്തിൽ നിലവിൽ വരുന്നത്. പ്രകൃതി ദുരന്തങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എതിർപ്പുകളും മറികടന്നാണ് ഗെയിൽ കൊച്ചി ഇടമൺ പവർ ഹൈവേ, മലയോര ഹൈവേ, ജലപാത ഉൾപ്പെടെ അഭിമാനകരമായ നേട്ടങ്ങൾ എത്തിപ്പിടിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 12,000 കോടിയോളം രൂപ കിഫ്ബിയുടെ കീഴിലാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇത്രയധികം തുക ചെലവിടാൻ സർക്കാരിന് സാധിക്കുമായിരുന്നില്ല. ശിലാസ്ഥാപനം നടത്തി പദ്ധതി നടക്കാതെ പോവില്ലെന്നും സർക്കാർ പ്രവർത്തനം പിന്നോട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ പശ്ചാത്തല വികസനത്തിന് പ്രതീക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. 8.11 കിലോമീറ്റർ ടണൽ യാഥാർത്ഥ്യമാകുന്നതോടെ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു. വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞത്